ലൈഫ് സാഡാ മാറും. അത് തനിക്കുള്ളതാണെന്ന് മനസ്സിലായതും ശിവ ഫോണിൽ നിന്നും കണ്ണുയർത്തി അവനെ നോക്കി. വാ നഗവല്ലി, പുറത്തു വാ. ഡോ വന്നു എന്താടി? അവരുടെ അടി പുരോഗമിച്ചു. ഇതിനിടയിൽ പാവം സൃഷ്ടിയും ഇതിനും ഫോൺ നമ്പറും കൂടെ ആയപ്പോൾ മെസ്സേജ് അയച്ചും അവളെ ശല്യം ചെയ്യാൻ തീരുമാനമായി. പക്ഷേ അതൊക്കെ അവൻ വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് സൃഷ്ടി തനിച്ചാണ് പാർക്കിങ്ങിലേക്ക് വന്നത്. ഇല്ല, അവളുടെ അമ്മ അവക്കൊരു അലയൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. നാളെ അയാളെ കാണാൻ പോണം. അതുകൊണ്ട് ഇന്ന് കുറച്ച് പരിപാടി ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്റെ ബൈക്കിലാ വന്നത്. റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ഇന്നലെ അത് കിട്ടിയത്. എന്നാ നീ വാ യദു. നിങ്ങൾ ചെല്ല്. അവളെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? ശേ, ഞാനെന്തിനാ അഹങ്കാരിയെ വിളിക്കുന്നേ? അവൾ എന്താ എന്റെ തലേന്ന് പോവാത്തേ? യദു, നിനക്ക് അവളെ ഇഷ്ടമാണോ? സാധാരണ നിന്നോട് ആരെങ്കിലും എന്തേലും പറഞ്ഞു വന്ന അവരുടെ കരണം വഹിക്കുന്ന നീ ഇവളെ ഒന്നും ചെയ്യാതെ മറിച്ച് അവളെ ദേഷ്യം പിടിപ്പിക്കാൻ ഓരോന്നും ചെയ്തു കൂട്ടി. എന്താണ്? അയ്യോ, യെസ്, I'm in love with you, ശിവ. ഇന്ന് ശിവയില്ലേ? ആ, അവള് വരും. ആ ചെക്കനെ കണ്ടിട്ട് വരാന്ന് പറഞ്ഞു. മുഖത്ത് തികഞ്ഞ ദേഷ്യമാണ് യതിനുണ്ടായത്. കുറച്ചു സമയത്തിന് ശേഷം ശിവ അവളുടെ സ്കൂട്ടിയിൽ വന്നു. സാരിയാണ് വേഷം. മുടിയെല്ലാം ഒതുക്കി കെട്ടി നല്ല സുന്ദരിയായിട്ടാണ് വരവ്. യതിൻ അവളെ ഒരു നിമിഷം തന്നെ നോക്കി നിന്നു. പക്ഷേ അവന്റെ മുഖത്ത് പരിഭവം നിറഞ്ഞു. ഹായ്. ഓ, വന്നോ? ആരെ കാണിക്കാനാ നീ സാരി ഉടുത്തേ? നിനക്ക് മാച്ച് ആ ജീൻസും ടോപ്പുവാ. ഓ, അമ്മ പറഞ്ഞ ചെറുക്കനെ കാണാനായിരിക്കും അല്ലേ? നീ എവിടെ ആയിരുന്നു ഇന്നലെ? ഞാൻ എത്ര മിസ് ചെയ്തെന്നറിയോ നിന്നെ? അതിന് നിനക്കെന്താ? നിനക്കൊന്നും അറിയണ്ടല്ലോ. സത്യം പറഞ്ഞ ശിവയ്ക്ക് ചിരിയാണ് വന്നത്. മിസ് ചെയ്തോ? എന്തിന്? നിന്റെ ശിവ, ഇതാണോ താൻ പറഞ്ഞ ആള്? ആ, ഇതാ ഞാൻ പറഞ്ഞ ആള്. ഹീസ് മൈ ബോയ് ഫ്രണ്ട് യതിൻ.